Hi all, welcome to Commate Educator. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് പ്രോഡക്റ്റ്സ് ആണ്. അപ്പോൾ നമുക്ക് പ്രോഡക്റ്റ്സിനെ എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യുന്നതാണ് ഇന്നത്തിൽ നോക്കുന്നത്. നമുക്ക് ഓവറോൾ ആയിട്ട് നോക്കുകയാണെങ്കിൽ പ്രോഡക്റ്റ്സിനെ നമുക്ക് മെയിനായിട്ടും മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ബേസ്ഡ് ഓൺ യൂസർ സ്റ്റാറ്റസ്, ബേസ്ഡ് ഓൺ എക്സ്റ്റെൻറ്റ് ഓഫ് ഡ്യൂറബിലിറ്റി ആൻഡ് ബേസ്ഡ് ഓൺ ടാഞ്ചിബിലിറ്റി. ഇനി ബേസ്ഡ് ഓൺ യൂസർ സ്റ്റാറ്റസ് ആണെങ്കിൽ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, കൺസ്യൂമർ ഗുഡ്സും ഇൻഡസ്ട്രിയൽ ഗുഡ്സും. ബേസ്ഡ് ഓൺ ദി എക്സ്റ്റെൻറ്റ് ഓഫ് ഡ്യൂറബിലിറ്റി ആണെങ്കിൽ ഡ്യൂറബിൾ ഗുഡ്സും നോൺ ഡ്യൂറബിൾ ഗുഡ്സും. പിന്നെ വരുന്നത് ബേസ്ഡ് ഓൺ ടാഞ്ചിബിലിറ്റി ആണ്. അപ്പോൾ വരുന്നത് ടാഞ്ചിബിൾ ഗുഡ്സും സർവീസസും, അതായത് ഇൻടാഞ്ചിബിൾ ഗുഡ്സിനെയാണ് നമ്മൾ സർവീസസ് എന്ന് പറയുന്നത്. പിന്നെ കൺസ്യൂമർ ഗുഡ്സിൽ തന്നെ നമ്മൾ 3 ആയിട്ട് അഗെയിൻ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. കൺവീനിയൻസ് ഗുഡ്സ്, ഷോപ്പിംഗ് ഗുഡ്സ്, സ്പെഷ്യാലിറ്റി ഗുഡ്സ്. ഇൻഡസ്ട്രിയൽ ഗുഡ്സിൽ വരുമ്പം 5 ആയിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. ഓപ്പറേറ്റിംഗ് സപ്ലൈസ്, റോ മെറ്റീരിയൽസ്, ആക്സസറി എക്യുപ്മെൻറ്റ്, ഫാബ്രിക്കേറ്റിംഗ് മെറ്റീരിയൽസ് ആൻഡ് പാർട്സ്, ഇൻസ്റ്റലേഷൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞ പോലെ ഓൺ ദി ബേസിസ് ഓഫ് യൂസർ സ്റ്റാറ്റസ് പ്രോഡക്ട്സ് മേ ബി ക്ലാസിഫൈഡ് ആസ് കൺസ്യൂമർ ഗുഡ്സ് ആൻഡ് ഇൻഡസ്ട്രിയൽ ഗുഡ്സ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ആ ഒരു ക്ലാസിഫിക്കേഷൻ നോക്കാം. കൺസ്യൂമർ ഗുഡ്സ്. സോ കൺസ്യൂമർ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ കൺസ്യൂമേഴ്സ് ബൈ ചെയ്യുന്നതാണ്, അതായത് പെട്ടെന്നുള്ള യൂസിന് വേണ്ടിയിട്ട്, ഹൗസ് ഹോൾഡ് യൂസിന് വേണ്ടിയിട്ട് നമ്മൾ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് കൺസ്യൂമർ ഗുഡ്സ്. Consumer goods are those products which are bought by the households or ultimate consumers for personal and non-business use. So consumers use the product in the form in which the product is being offered. That is, no further processing is done. അപ്പോൾ അൾട്ടിമേറ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്, എൻഡായിട്ട് ആ ഒരു പ്രോഡക്റ്റ് നമ്മൾ ഫർദർ പ്രോസസ്സിംഗ് ഒന്നും ഇല്ലാതെ യൂസ് ചെയ്യുന്നതാണ് കൺസ്യൂമർ ഗുഡ്സ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടൂത്ത് ബ്രഷ്, കോംബ്, ബ്രഷ്, മോപ്പ്, ഇതൊക്കെ കൺസ്യൂമർ ഗുഡ്സ് ആണ്. ഇനി ഈ കൺസ്യൂമർ ഗുഡ്സ് തന്നെ നമ്മൾ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. കൺവീനിയൻസ് ഗുഡ്സ്, ഷോപ്പിംഗ് ഗുഡ്സ്, സ്പെഷ്യാലിറ്റി ഗുഡ്സ്. എല്ലാം ആ നെയിമിൽ തന്നെ നമുക്ക് കിട്ടും. കൺവീനിയൻസ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ കൺവീനിയൻ്റ് ആയിട്ട് ഫ്രീക്വൻ്റ് ആയിട്ട് ബൈ ചെയ്യുന്ന ഗുഡ്സാണ് കൺവീനിയൻസ് ഗുഡ്സ് എന്ന് പറയുന്നത്. സോ എ ക്ലാസ് ഓഫ് കൺസ്യൂമർ ഗുഡ്സ് ദാറ്റ് പീപ്പിൾ ബൈ ഫ്രീക്വൻ്റ്ലി വിത്ത് ദ ലീസ്റ്റ് പോസിബിൾ ടൈം ആൻഡ് ഇഫേർട്ട് ആർ കോൾഡ് കൺവീനിയൻസ് ഗുഡ്സ്. അതായത് എപ്പോഴും ഫ്രീക്വൻ്റ് ആയിട്ട് ഇമ്മീഡിയറ്റ്ലി അതുപോലെ മിനിമം എഫേർട്ടിൽ കൺസ്യൂമർ പർച്ചേസ് ചെയ്യുന്ന ഗുഡ്സാണ് കൺവീനിയൻറ്റ് ഗുഡ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ട് മിൽക്ക്, ബ്രെഡ്, ബട്ടർ, എഗ്സ്, സോപ്പ്, ന്യൂസ് പേപ്പർ, ഇതൊക്കെയാണ് കൺവീനിയൻസ് ഗുഡ്സിന് എക്സാമ്പിളായിട്ട് വരുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് ഷോപ്പിംഗ് ഗുഡ്സ്. അതായത് നമ്മൾ ഷോപ്പ് ചെയ്യുന്ന കുറച്ച് ടൈം എഫേർട്ടൊക്കെ നമ്മൾ യൂട്ടിലൈസ് ചെയ്തിട്ട് ഷോപ്പ് ചെയ്യുന്ന ഗുഡ്സിനെയാണ് നമ്മൾ ഷോപ്പിംഗ് ഗുഡ്സ് എന്ന് പറയാറുള്ളത്. These are the class of consumer goods that are purchased only after the buyer has spent some time and effort comparing price, quality, style, color, etc. of alternative products in competing stores. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ കുറച്ച് ടൈമും എഫേർട്ടും നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾ ആണെങ്കിൽ ജ്വല്ലറി, ഫർണിച്ചർ, ഇതൊക്കെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എല്ലാം ചെക്ക് ചെയ്തിട്ട് പിന്നെ മാത്രമേ നമ്മൾ പർച്ചേസ് ചെയ്യാറുള്ളൂ. സോ അതുകൊണ്ടാണ് നമ്മൾ ഷോപ്പ് ചെയ്യുന്നതുകൊണ്ട് ഷോപ്പിംഗ് ഗുഡ്സ് എന്ന് പറയും. ഇനി നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഗുഡ്സ് ആണ്, കൺസ്യൂമർ ഗുഡാണ് സ്പെഷ്യാലിറ്റി ഗുഡ്സ് എന്ന് പറയുന്നത്. സോ ഇവിടെ എന്താണ്, എ ക്ലാസ് ഓഫ് കൺസ്യൂമർ ഗുഡ്സ് വിത്ത് പെർസീവ്ഡ് യുണീക്ക് ക്യാരക്ടറിസ്റ്റിക്സ് സച്ച് ദാറ്റ് കൺസ്യൂമേഴ്സ് ആർ വില്ലിംഗ് ടു സ്പെൻഡ് സ്പെഷ്യൽ ഇഫേർട്ട് ടു ബൈ ദം. അതായത് കൺസ്യൂമേഴ്സ് ഒരു സ്പെഷ്യൽ എഫേർട്ട് കൊടുക്കണം ആ ഒരു സാധനം ബൈ ചെയ്യണമെങ്കിൽ, അങ്ങനെയുള്ളതാണ് സ്പെഷ്യാലിറ്റി ഗുഡ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫോട്ടോഗ്രാഫിക് എക്യുപ്മെൻറ്റ്, ഇതൊക്കെ എല്ലാവരും വാങ്ങുന്നതല്ല, എല്ലാവരും ഷോപ്പ് ചെയ്യുന്ന ഗുഡ്സ് അല്ല, ഒരു സ്പെഷ്യാലിറ്റി ആയിട്ട് അതിനോട് ഇൻട്രസ്റ്റ് ഉള്ളവർ മാത്രം വാങ്ങുന്നതാണ്. TV സെറ്റ്സ്, VCR, സ്റ്റീരിയോ സൗണ്ട് എക്യുപ്മെൻറ്റ്, ന്യൂ ഓട്ടോമൊബൈൽസ്, ഇതൊക്കെ സ്പെഷ്യാലിറ്റി ഗുഡ്സിൽ വരുന്നതാണ്. സോ കൺസ്യൂമർ ഗുഡ്സിനെ നമ്മൾ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. കൺവീനിയൻസ് ഗുഡ്സ്, ഷോപ്പിംഗ് ഗുഡ്സ്, സ്പെഷ്യാലിറ്റി ഗുഡ്സ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് അതിൽ തന്നെ ഓൺ ദി ബേസിസ് ഓഫ് യൂസർ സ്റ്റാറ്റസിൽ വരുന്ന സെക്കൻഡ് വൺ ആണ് ഇൻഡസ്ട്രിയൽ ഗുഡ്സ്. ഓക്കെ, അപ്പം ഇൻഡസ്ട്രിയൽ ഗുഡ്സ് ആ നെയിമിൽ തന്നെ ഉണ്ട് എന്താണ്, ഫൈനൽ കൺസ്യൂമർ അല്ല, പകരം എന്താണ്, ഇൻഡസ്ട്രീസ് ഫർദർ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഗുഡ്സ് ആണ് ഇൻഡസ്ട്രിയൽ ഗുഡ്സ് എന്ന് പറയുന്നത്. സോ ഇൻഡസ്ട്രിയൽ ഗുഡ്സ് ആർ ഗുഡ്സ് വിച്ച് ആർ മെൻഡ് ടു ബി ബോട്ട് ബൈ ദി ബയേഴ്സ് ആസ് ഇൻപുട്സ് ഇൻ ദി പ്രൊഡക്ഷൻ ഓഫ് അതർ പ്രോഡക്ട്സ് ഓർ ഫോർ റെൻഡറിങ് സം സർവീസ്. അപ്പോൾ ഇൻഡസ്ട്രിയൽ ഗുഡ്സ്, ഇൻഡസ്ട്രീസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് നമ്മൾ ഫർദർ
ഇൻപുട്ടായിട്ട് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫർദർ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഗുഡ്സാണ് ഇൻഡസ്ട്രിയൽ ഗുഡ്സ് എന്ന് പറയുന്നത്. ദ പ്രോഡക്റ്റ് മേ ദസ് അണ്ടർഗോ ഫർദർ കൊമേഴ്ഷ്യൽ പ്രോസസ്സിങ് വരും. ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സ് ആർ മെൻറ്റ് ഫോർ നോൺ പേഴ്സണൽ ആൻഡ് കൊമേഴ്ഷ്യൽ യൂസ്. അപ്പോൾ ഇത് കൺസ്യൂമർ ഗുഡ്സ് നമ്മൾ പറഞ്ഞു പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ടായിരുന്നു, പക്ഷേ ഇൻഡസ്ട്രിയൽ ഗുഡ്സ് നോൺ പേഴ്സണൽ ആൻഡ് കൊമേഴ്ഷ്യൽ യൂസിന് വേണ്ടിയിട്ടുള്ളതാണ്. എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ട് മെഷീനറി, റോ മെറ്റീരിയൽസ്, കോമ്പണൻസ്, ഇതൊക്കെ ഇൻഡസ്ട്രിയൽ ഗുഡ്സിന് എക്സാമ്പിളാണ്. ഇനി ഇൻഡസ്ട്രിയൽ ഗുഡ്സിന് നമ്മൾ 5 ഗ്രൂപ്പ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ്? റോ മെറ്റീരിയൽസ്, ഫാബ്രിക്കേറ്റിംഗ് മെറ്റീരിയൽസ് ആൻഡ് പാർട്സ്, ഇൻസ്റ്റലേഷൻസ്, ആക്സസറി എക്യുപ്മെൻറ്റ് ആൻഡ് ഓപ്പറേറ്റിംഗ് സപ്ലൈസ്. ഫസ്റ്റ് നമുക്ക് നോക്കാം റോ മെറ്റീരിയൽസ്. അപ്പോൾ റോ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ റോ മെറ്റീരിയൽസ് ആർ ദോസ് ഇൻഡസ്ട്രിയൽ ഗുഡ്സ് ദാറ്റ് ബിക്കം പാർട്ട് ഓഫ് അനദർ ഫിസിക്കൽ പ്രോഡക്റ്റ്. ഓക്കെ, റോ മെറ്റീരിയൽ നമ്മൾ ആ നെയിമിൽ തന്നെയുണ്ട്. അതായത് മറ്റൊരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ റോ ആയിട്ട് യൂസ് ചെയ്യുന്നു. Raw material include goods found in natural states such as minerals, marine products of forest, agricultural goods like corn, cotton, fruits, milk, eggs, etc. Okay, അപ്പോൾ ഇതൊക്കെ ഇൻഡസ്ട്രിയൽ ഗുഡ്സിൽ വരുന്ന ഒരു ക്ലാസിഫിക്കേഷൻ ആണ്. നെക്സ്റ്റ് വൺ ആണ് ഫാബ്രിക്കേറ്റിംഗ് മെറ്റീരിയൽസ് ആൻഡ് പാർട്സ്. So this category of industrial goods also becomes actual part of the finished product. Unlike raw materials, fabricating materials and parts have already been processed to some extent, but may need further processing before actual use. റോ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ തീരെ നമ്മൾ പ്രോസസ്സ് ചെയ്യാത്ത സാധനമാണ്, നമ്മൾ ജസ്റ്റ് അതിൽ നിന്ന് എടുത്ത സാധനങ്ങളാണ്, നാച്ചുറലായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അതാണ് റോ മെറ്റീരിയൽ എന്ന് പറഞ്ഞത്. ഫാബ്രിക്കേറ്റിംഗ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി നമ്മൾ പ്രോസസ്സ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇനി അത് നമ്മൾ അതെന്ത് ചെയ്യുന്നുണ്ട്, ഫർദർ പ്രോസസ്സ് ചെയ്തിട്ട് നമ്മുടെ ഒറിജിനൽ പ്രോഡക്റ്റിലേക്ക് എടുക്കുന്നുണ്ട്. അപ്പം ഓൾറെഡി പ്രോസസ്ഡ് ടു സം എക്സ്റ്റെൻറ്റ്. അപ്പോൾ എന്താണ്? ഓൾറെഡി പ്രോസസ്ഡ് ടു സം എക്സ്റ്റെൻറ്റ് ബട്ട് മേ നീഡ് ഫർദർ പ്രോസസ്സിങ് ബിഫോർ ആക്ച്വൽ യൂസ്. അതാണ് ഫാബ്രിക്കേറ്റിംഗ് മെറ്റീരിയൽസ്. എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. യാൺ ബീയിങ് വൂവൺ ഇൻ ടു ക്ലോത്ത് ആൻഡ് പിഗ് അയൺ ബീയിങ് കൺവേർട്ടഡ് ഇൻ ടു സ്റ്റീൽ. ഓക്കെ, യാണ് നമ്മൾ എന്ത് ചെയ്തു? ക്ലോത്ത് ആക്കിയിട്ട് വൂവൺ ചെയ്യുന്നു. കോട്ടണിൽ നമ്മൾ യാണ് ഉണ്ടാക്കി യാണ് നമ്മൾ വൂവൺ ചെയ്ത് വീവ് ചെയ്തിട്ട് ക്ലോത്ത് ആക്കി മാറ്റുന്നു. അതുപോലെ പിഗ് അയൺ നമ്മൾ സ്റ്റീലാക്കി മാറ്റുന്നു. ഇതൊക്കെയാണ് ഫാബ്രിക്കേറ്റിംഗ് മെറ്റീരിയൽസ് പാർട്സിനും എക്സാമ്പിളായിട്ട് വരുന്നത്. നെക്സ്റ്റ് ടൈപ്പാണ് ഇൻസ്റ്റലേഷൻസ്. അപ്പോൾ ഇൻസ്റ്റലേഷൻസ് എന്ന് പറഞ്ഞാൽ ദേ ആർ മാനുഫാക്ചേർഡ് ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സ്. മാനുഫാക്ചർഡ് ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സിനെയാണ് ഇൻസ്റ്റലേഷൻസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ജനറേറ്റർ, ലാർജ് പമ്പ് സെറ്റ് ഫോർ സിറ്റി വാട്ടർ സപ്ലൈ സ്കീം. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇതൊക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തെന്നാണ് ആ ഒരു സ്ഥലത്ത്. സോ ദേ ആൾട്ടർ സ്കെയിൽ ഓഫ് ഓപ്പറേഷൻസ് ഇൻ എ ഫേം. നോർമലി ഇൻസ്റ്റലേഷൻസ് ആർ ഡയറക്ട്ലി സോൾഡ് ടു ഇൻഡസ്ട്രിയൽ യൂസർ ആൻഡ് മിഡിൽ മാൻ ആർ നോട്ട് ഇൻവോൾവ്. നോർമലി ഇത് വലിയതായതുകൊണ്ട് തന്നെ ഡയറക്ട്ലി ടു ഇൻഡസ്ട്രിയൽ യൂസേഴ്സിനാണ് ഇത് ചെയ്യുന്നത്. പ്രീസെയിൽ ആൻഡ് പോസ്റ്റ് സെയിൽ സർവീസിങ് ഈസ് റിക്വയർഡ് ഫോർ ദീസ് പ്രോഡക്ട്സ്. ഓക്കെ, അപ്പോൾ ഇൻസ്റ്റലേഷൻസ് ആണ് ഈ മെത്തൽ തന്നെ ഉണ്ട്. ജനറേറ്റർ, അതുപോലെ മെഷീൻസ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്, അതൊക്കെ. നെക്സ്റ്റ് വൺ ആണ് ആക്സസറി എക്യുപ്മെൻറ്റ്. സോ ആക്സസറി എക്യുപ്മെൻറ്റ്സ് പറഞ്ഞാൽ ദേ ആർ യൂസ്ഡ് ടു എയ്ഡ് പ്രൊഡക്ഷൻ ഓപ്പറേഷൻസ് ഓഫ് ആൻ ഇൻഡസ്ട്രിയൽ ബയർ ആൻഡ് ഡസ് നോട്ട് ഹാവ് ആൻ ഇൻഫ്ലുവൻസ് ഓൺ സ്കെയിൽ ഓഫ് ഓപ്പറേഷൻസ് ഓഫ് ബയർ. ഇറ്റ് ഡസ് നോട്ട് ഫോം പാർട്ട് ഓഫ് ദി ഫിനിഷ്ഡ് പ്രോഡക്റ്റ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താണ്? ഇതൊരിക്കലും ഫിനിഷ്ഡ് പ്രോഡക്റ്റിൻ്റെ പാർട്ടല്ല. പകരം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു പ്രോസസ്സിൽ നമ്മൾ ഡെയിലി ഓപ്പറേഷൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്ക്രൂ ഡ്രൈവറൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെയുള്ള എക്യുപ്മെൻറ്റ് അതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ അതൊരിക്കലും ആ ഒരു ഫിനിഷ്ഡ് പ്രോഡക്റ്റിൻ്റെ പാർട്ടല്ല. ആ ഒരു ഡേ ടു ഡേ പ്രൊഡക്ഷൻ ഓപ്പറേഷന് വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെയുള്ള ബാക്കിയുള്ള എക്യുപ്മെൻറ്റ്സ്. അടുത്ത് വരുന്നതാണ് ഓപ്പറേറ്റിംഗ് സപ്ലൈസ് എന്ന് പറയുന്നത്. ഓപ്പറേറ്റിംഗ് സപ്ലൈസ് എന്ന് പറഞ്ഞാൽ they are low priced short lived items purchased with minimum effort and would well termed as convenience goods of industrial field. അതായത് ഷോർട്ട് ലീവ്ഡ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ, സ്റ്റേഷനറി, ഇതൊക്കെയാണ്. അതായത് ആ ഒരു ഇൻഡസ്ട്രിയൽ ഫീൽഡിൽ കൺവീനിയൻസ് ഗുഡ്സ് ആയിട്ട് പറയുന്നതാണ് ഈ ഓപ്പറേറ്റിംഗ് സപ്ലൈസ് എന്ന് പറയുന്നത്. ഓക്കെ, ഷോർട്ട് ലീവ്ഡ് ഐറ്റംസ് ആണ്, വിത്ത് മിനിമം എഫേർട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. നമ്മൾ പോയിട്ട് ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ വാങ്ങുന്നു, അല്ലെങ്കിൽ അതുപോലെ ഒരു സ്റ്റേഷനറി, നമ്മുടെ ഓപ്പറേഷന് ആവശ്യമായിട്ടുള്ള സ്റ്റേഷനറീസ്, ഇതൊക്കെയാണ് ഓപ്പറേറ്റിംഗ് സപ്ലൈസിൽ വരുന്നത്.
ഓക്കെ, അപ്പം ഇൻഡസ്ട്രിയൽ ഗുഡ്സിനെ നമ്മൾ മെയിനായിട്ടും 5 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? റോ മെറ്റീരിയൽസ്, ഫാബ്രിക്കേറ്റിംഗ് മെറ്റീരിയൽസ് ആൻഡ് പാർട്സ്, പിന്നെ ഇൻസ്റ്റലേഷൻസ്, ദെൻ ആക്സസറി എക്യുപ്മെൻറ്റ് ആൻഡ് ലാസ്റ്റ് വൺ ഓപ്പറേറ്റിംഗ് സപ്ലൈസ്. ഓക്കെ, അപ്പോൾ ഇതോടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻഡസ്ട്രിയൽ ഗുഡ്സ് പഠിച്ചു. അപ്പോൾ ഇപ്പം നമ്മൾ ക്ലാസിഫിക്കേഷനിൽ പഠിച്ചത് ഓൺ ദി ബേസ് ഓഫ് യൂസർ സ്റ്റാറ്റസ് ആണ്. നെക്സ്റ്റ് ഡ്യൂറബിലിറ്റീൻ്റെ ബേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡ്യൂറബിളും ഉണ്ട്, നോൺ ഡ്യൂറബിൾ ഗുഡ്സും ഉണ്ട്. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് ഡ്യൂറബിൾ ഗുഡ്സ് എന്താണെന്നാണ് നോക്കാനുള്ളത്. ടാഞ്ചിബിൾ പ്രോഡക്ട്സ് വിത്ത് എ ലോങ് ലൈഫ് ആൻഡ് ലാസ്റ്റിംഗ് മെനി ഇയേഴ്സ് ഓഫ് ആക്റ്റീവ് സർവീസ് ടു ഓണർ ഈസ് ടേംഡ് ആസ് ഡ്യൂറബിൾ ഗുഡ്സ്. എക്സാമ്പിൾ വരാൻ ടെലിവിഷൻ, ഫാൻ, റെഫ്രിജറേറ്റർ, പ്രഷർ കുക്കർ, ഇതൊക്കെ കുറേ കാലത്തേക്ക് നമ്മൾക്ക് ഉണ്ടാവുന്ന ഗുഡ്സിനെയാണ് നമ്മൾ ഡ്യൂറബിൾ ഗുഡ്സ് എന്ന് പറയുന്നത്. ദെൻ നോൺ ഡ്യൂറബിൾ എന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ്, അതായത് പെട്ടെന്ന് നമ്മൾ കൺസ്യൂം ചെയ്ത് തീർക്കുന്നത്. ഓക്കെ, പ്രോഡക്ട്സ് വിച്ച് കൺസ്യൂംഡ് ഇൻ വൺ ഗോ ഓർ ലാസ്റ്റ് ഫോർ ഫ്യൂ യൂസസ് ആൻഡ് ഗെറ്റ് ഡിപ്ലീറ്റഡ് ഓൺ കൺസംപ്ഷൻ ആർ ടേംഡ് ആസ് നോൺ ഡ്യൂറബിൾ ഗുഡ്സ്. എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, സോപ്പ്, ടൂത്ത് പേസ്റ്റ്, സിഗരറ്റ്, സോഫ്റ്റ് ഡ്രിങ്ക് എക്സെട്ര. അപ്പോൾ അതാണ് ഡ്യൂറബിലിറ്റീൻ്റെ ബേസിൽ വരുന്നത്. ഡ്യൂറബിൾ എന്ന് പറഞ്ഞാൽ കുറച്ച് കാലത്തേക്ക് നിൽക്കുന്നത്, നോൺ ഡ്യൂറബിൾ എന്ന് പറഞ്ഞാൽ കുറച്ച് കാലത്തേക്ക് നിൽക്കാത്തത്. ദെൻ നെക്സ്റ്റ് സർവീസസ് ആണ്. അതായത് ഓക്കെ, നെക്സ്റ്റ് ടൈപ്പ് വരുന്നത് നമുക്ക് ടാഞ്ചിബിൾ ഗുഡ്സും ഇൻടാഞ്ചിബിൾ ഗുഡ്സാണ്. ഓൺ ദി ബേസ് ഓഫ് ടാഞ്ചിബിലിറ്റിയിൽ ടാഞ്ചിബിൾ ഗുഡ്സും നോൺ ടാഞ്ചിബിൾ ഗുഡ്സും ആണ് വരുന്നത്. ടാഞ്ചിബിൾ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, നമുക്ക് കാണാനും തൊടാനും പറ്റുന്നതൊക്കെ ടൈപ്പ് ഗുഡ്സാണ് നമ്മൾ ടാഞ്ചിബിൾ ഗുഡ്സ് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് ഇൻടാഞ്ചിബിൾ ഗുഡാണ്. ഇൻടാഞ്ചിബിൾ ഗുഡ്സിനെ നമ്മൾ സർവീസസ് എന്ന് പറയാറുണ്ട്. സോ സർവീസസ് ആർ സെപ്പറേറ്റ്ലി ഐഡൻറ്റിഫയബിൾ എസെൻഷ്യലി ഇൻടാഞ്ചിബിൾ ആക്ടിവിറ്റീസ് വിച്ച് പ്രൊവൈഡ് വോണ്ട് സാറ്റിസ്ഫാക്ഷൻ and which are not necessarily tied to sale of a product or another service. For example, court offer a service. ഓക്കെ, അതുപോലെ ഡോക്ടർ കൊടുക്കുന്ന ഒരു സർവീസാണ്. അപ്പോൾ അത് ഇൻടാഞ്ചിബിൾ ആണ്, നമുക്ക് തൊടാനൊന്നും പറ്റില്ല, അതൊന്നും അറിയാൻ വേണ്ടിയിട്ട് പറ്റില്ല, കാണാനോ തൊടാനൊന്നും പറ്റാത്തതാണ് സർവീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് പ്രോഡക്റ്റിൽ മെയിനായിട്ടും വരുന്നത്. അപ്പം ഓൺ ദി ബേസിസ് ഓഫ് യൂസർ സ്റ്റാറ്റസിൽ നമുക്ക് 2 എണ്ണമാണുള്ളത്, കൺസ്യൂമർ ഗുഡ്സും ഇൻഡസ്ട്രിയൽ ഗുഡ്സും. കൺസ്യൂമർ ഗുഡ്സിനെ തന്നെ നമ്മൾ 3 ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. കൺവീനിയൻറ്റ് ഗുഡ്സ്, ഷോപ്പിംഗ് ഗുഡ്സ്, സ്പെഷ്യാലിറ്റി ഗുഡ്സ്. ഇൻഡസ്ട്രിയൽ ഗുഡ്സിനെ നമ്മൾ 5 ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. പിന്നെ ഓൺ ദി ബേസ് ഓഫ് ഡ്യൂറബിലിറ്റിയിൽ ഡ്യൂറബിളും നോൺ ഡ്യൂറബിൾ ഗുഡ്സും ആണ് വരുന്നത്. പിന്നെ അവസാനം ടാഞ്ചിബിലിറ്റീൻ്റെ ബേസിലാണെങ്കിൽ ടാഞ്ചിബിളും നോൺ ടാഞ്ചിബിൾ ഗുഡ്സും ആണ് വരുന്നത്. ഓക്കെ, അപ്പം മാർക്കറ്റിങ്ങിൻ്റെ ബാക്കിയുള്ള ക്ലാസ്സുകളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ കാണുക. ബാക്കി വരുന്ന ക്ലാസ്സുകളും കൂടി നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.